ഇന്ന് വീണ്ടും നല്ലൊരു സമ്മർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. മൊഹബത്ത് കാ സർബത്ത്. രണ്ട് രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ സർബത്ത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ഒറിജിനൽ സർബത്ത്, ദില്ലിയുടെ ആ വഴിയോര കടകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മൾ ആദ്യത്തെ സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നല്ല തണുത്ത പാല് 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ ചേർക്കുന്ന ആ സർബത്തിനും അതുപോലെ തണ്ണിമത്തങ്ങയ്ക്കൊക്കെ മധുരം ഉള്ളതുകൊണ്ട് അതനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തണ്ണിമത്തങ്ങയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഒരു 1.5 കപ്പോളം തണ്ണിമത്തങ്ങയുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം, റോസ് സിറപ്പാണ്. ഒരു 5 സ്പൂണോളം റോസ് സിറപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഒറിജിനൽ മൊഹബത്ത് കാ സർബത്ത് റെഡിയാണ്. നല്ല ചൂടത്ത് ഇതൊരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ സീസണൊക്കെ തീരുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ സർബത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ സർബത്തിലേക്ക് കുറച്ച് കസ്കസും അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്തെടുക്കുന്നു. രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്